ഈ പുഴയിലെ തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ടോ രാഹുൽ? പുഴയിൽ ഈ ഒരു അപകടം നടന്നതിന്റെ പിറ്റേ ദിവസം മുതൽ തന്നെ പുഴയിൽ വ്യാപകമായ തിരച്ചിൽ നടക്കുന്നുണ്ടായിരുന്നു. ഇന്നും തിരച്ചിൽ നടത്തിയതാണ്. രാവിലെ NDRF-ഉം അതുപോലെ നാവികസേനയുടെ ഒരു യൂണിറ്റും ചേർന്നുള്ള തിരച്ചിലാണ് പുഴയിൽ നടത്തിയത്. പക്ഷെ മഴ അതിശക്തമായി പെയ്തതുകൊണ്ട് തന്നെ ഒന്നാമതേ തന്നെ അതിശക്തിയായി പുഴ ഒഴുകുകയാണ്. വലിയ മഴയായതുകൊണ്ട് തന്നെ ഉച്ചയോടുകൂടി ആ തിരച്ചിൽ നിർത്തിവെക്കുകയാണ് ഉണ്ടായത്. എന്തായാലും പുഴയിലും കൂടി വ്യാപകമായ തിരച്ചിൽ നടത്തണം എന്നൊരു തീരുമാനത്തിലേക്ക് വന്നതുകൊണ്ട് ഒരുപക്ഷെ കൂടുതൽ സേനാംഗങ്ങളെ എത്തിച്ചുള്ള തിരച്ചിലാവും നടത്തുക എന്നതാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം ഈ മണ്ണിടിഞ്ഞ് വന്ന് പുഴയിലേക്ക് പതിച്ച ഭാഗങ്ങളിൽ ഇപ്പോഴും മണ്ണിട്ട വലിയ അളവിൽ തന്നെ ഉണ്ട്. കല്ലും വലിയ പാറക്കല്ലുകളും അടക്കം പുഴയിൽ നിൽക്കുന്നത് നമുക്കത് കാണാനും കഴിയുന്നുണ്ട്. ആ മേഖലയിലൊക്കെ വീണ്ടും തിരച്ചിൽ നടത്തും എന്ന് തന്നെയാണ് പറയുന്നത്. ഏതായാലും NDRF നിലവിൽ പുഴയിൽ തിരച്ചിൽ നടത്തുന്നില്ല. അവർ ഈ കുത്തൊഴുക്കൊക്കെ ശക്തമായതുകൊണ്ട് തന്നെ അതിനു മുൻപ് നടത്തിയ തിരച്ചിലും കാര്യമായ പ്രയോജനമൊന്നും ഉണ്ടായില്ല എന്നതുകൊണ്ട് തന്നെ നിലവിൽ ബോട്ടുകളൊക്കെ സൈഡാക്കി പുഴയിലെ തിരച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ മണ്ണിനടിയിൽ ലോറി ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് എന്ന് കർണാടക സർക്കാർ വിലയിരുത്തുന്നത് കൊണ്ട് തന്നെ പുഴയിൽ വലിയ രീതിയിൽ വ്യാപകമായ തിരച്ചിൽ നടത്തണം എന്ന തീരുമാനത്തിലേക്കാണ് വന്നിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ എത്തിച്ച് രക്ഷാ സംഘത്തെ എത്തിച്ചുള്ള ഒരു തിരച്ചിൽ ഉണ്ടായേക്കും എന്നുകൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ഈ സ്ഥലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുക. നിലവിൽ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് പുരോഗമിച്ചു വരുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഈ മലയുടെ ഭാഗത്ത് നീക്കം ചെയ്യേണ്ടുന്നതായി മണ്ണ്, അതായത് ആ ലോറിയുടെ നിന്ന് സംശയിക്കുന്ന സിഗ്നൽ ലഭിച്ച സ്ഥലത്തെ മണ്ണ് NDRF, SDRF, ഫയർഫോഴ്സ് ഉൾപ്പെടെ നേരത്തെ മുതൽ തന്നെ ഇവിടെ രക്ഷാദൗത്യത്തിൽ പങ്കെടുക്കുന്ന സേനാംഗങ്ങൾ നീക്കം ചെയ്യും. ബാക്കി ഈ പുഴയോട് ചേർന്നുള്ള സ്ഥലത്തെ മണ്ണ് കൂടി നീക്കം ചെയ്യുന്നുണ്ട്. റോഡിന്റെ രണ്ടു ഭാഗത്തായി കിടക്കുന്ന മണ്ണ്, ആ സ്ഥലത്തെ മണ്ണ് നീക്കം ചെയ്യുന്നതിന് വന്ന സേനാംഗങ്ങൾ നേതൃത്വം നൽകും എന്നൊരു തീരുമാനത്തിൽ കൂടിയാണ് വന്നിട്ടുള്ളത്. ഒപ്പം ലോറി ഉടമയോട് നമ്മൾ സംസാരിച്ചു അല്പസമയം മുൻപ്. അദ്ദേഹം പറയുന്നത് മണ്ണിനടിയിൽ തന്നെ ലോറി ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ എന്നതാണ്. കാരണം ഈ ലോറി 40 ടൺ ലോഡുമായി, ആകെ ലോറിയുടെ ഭാരം എന്നത് 40 ടണ്ണാണ്. ലോഡ് അടക്കം മുഴുവൻ മരത്തടികളുമായി വരുന്ന ഫുള്ളി ലോഡഡ് ആയിട്ട് വരുന്ന ലോറിയാണ്. അപ്പോൾ ഇത്രയും ഭാരമുള്ള ഒരു ലോറി മണ്ണിടിഞ്ഞ് വന്നാലും താഴേക്ക് പുഴയിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. മണ്ണിനടിയിൽ തന്നെ ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് തിരച്ചിൽ അതിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കാരണം ലോറി ഉടമ ഇവിടെ തന്നെയുണ്ട്, സ്പോട്ടിൽ തന്നെയുണ്ട്. അർജുന്റെ ബന്ധുവായ ജിതിനും ഇവിടെയുണ്ട്. അവരും ഈ വളരെ പ്രതീക്ഷയോടുകൂടി ഈ തെരച്ചിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ മഴ കൂടി മാറി നിൽക്കുന്നുണ്ട്. ഉച്ചതിരിഞ്ഞ് അതിശക്തമായ മഴയാണ് പെയ്തത്. മണിക്കൂറുകളോളം നിർത്താതെ പെയ്തു. ഇപ്പോൾ മഴയ്ക്ക് കുറച്ച് ശമനം ഉണ്ടായി എന്നതുകൊണ്ട് തന്നെ മണ്ണ് നീക്കം ചെയ്തുള്ള ആ രക്ഷാപ്രവർത്തനത്തിന്, തിരച്ചിലിന് കുറച്ചും കൂടി വേഗം കൂട്ടാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു സമയത്ത്. പ്രതീക്ഷ ഇനി എത്ര സമയം കൂടി ഈ തിരച്ചിൽ ഇന്നത്തെ ദിവസം ഉണ്ടാകും? രാത്രി തിരച്ചിൽ അത് പ്രായോഗികമായി വലിയ ബുദ്ധിമുട്ടേറിയ ഒന്നാണ്. നേരത്തെ വന്ന വിവരങ്ങളിൽ രാത്രി തിരച്ചിൽ ഉണ്ടാകില്ല, രക്ഷാപ്രവർത്തനം ഉണ്ടാകില്ല എന്ന തരത്തിലായിരുന്നു. ഇന്നിനി എത്ര സമയം കൂടി ഉണ്ടാകും രാഹുൽ ഈ രക്ഷാദൗത്യം? ഇന്ന് രാത്രി കൂടി പരമാവധി കഴിയുന്നത്ര സമയം തിരച്ചിൽ നടത്തണമെന്നൊരാവശ്യമാണ് ഞാൻ ഈ പറഞ്ഞ അർജുന്റെ ഇവിടെ തുടരുന്ന ബന്ധുവും അതുപോലെ ലോറി ഉടമകളും ഒക്കെ തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഇന്നലെ 8:10 തിരച്ചിൽ അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. മഴ പെയ്തു, വെളിച്ചക്കുറവും ഒക്കെ കാരണം കൊണ്ട് തന്നെ, വെളിച്ചമില്ലാത്തതും പുറത്തുനിന്ന് വെളിച്ചം സംവിധാനം എത്തിച്ചിരുന്നില്ല, അതുകൊണ്ടൊക്കെ തന്നെ 8 മണിയോടുകൂടിയാണ് തിരച്ചിൽ അവസാനിപ്പിച്ചത്. അതിനു മുൻപത്തെ ദിവസം 9 മണി വരെ തിരിഞ്ഞിരുന്നു. അപ്പോഴും മഴ ശക്തമായി തന്നെ പെയ്തത് കൊണ്ട് തിരച്ചിൽ അവസാനിപ്പിക്കാനുണ്ടായത്. ഇന്ന് ഏതായാലും കഴിയുന്ന അത്രയും സമയം അന്വേഷിക്കും, തിരച്ചിൽ നടത്തും, രക്ഷാപ്രവർത്തനം തുടരും എന്ന് മാത്രമേ ഇതിന് നേതൃത്വം നൽകുന്നവർ അറിയിച്ചിട്ടുള്ളൂ. കൃത്യസമയം എത്ര മണിവരെ ഉണ്ടാകും എന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. അനുകൂലമായി കാര്യങ്ങൾ നിൽക്കുകയാണെങ്കിൽ പരമാവധി വൈകിയും തിരയും, ഇല്ലെങ്കിൽ 8 മണി 9 മണിയോടുകൂടി തിരച്ചിൽ അവസാനിപ്പിക്കും എന്ന് തന്നെയാണ്. കാരണം ഈ മലയിടിച്ചിലുണ്ടായ സ്ഥലത്ത് ഇപ്പോഴും മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നു, അപകട സാധ്യത നിലനിൽക്കുന്നു എന്ന് തന്നെയാണ്. മഴ പെയ്ത് നീർച്ചാലുകളൊക്കെ രൂപപ്പെട്ട് വെള്ളം താഴ്ഭാഗത്തേക്ക് കുത്തി ഒഴുകി വരുന്നൊരു സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് രക്ഷാദൗത്യത്തിൽ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ചും അപകട സാധ്യതയുണ്ട്. ഒരുപക്ഷെ മണ്ണിടിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവരുടെ ജീവൻ കൂടി അപകടത്തിലാവുന്നൊരു സ്ഥിതി ഉണ്ടാകും. അതുകൊണ്ടാണ് രാത്രി മോശം മഴ പെയ്യുകയാണെങ്കിൽ തിരച്ചിൽ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതെന്നാണ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ വിശദീകരിക്കുന്നത്. എന്തായാലും കഴിയുന്ന അത്രയും സമയം തിരച്ചിൽ അത് മുന്നോട്ട് കൊണ്ടുപോകും.
മഴ പെയ്തു കഴിഞ്ഞാൽ, വെല്ലുവിളിയായി കഴിഞ്ഞാൽ രാത്രി വൈകി തിരച്ചിലുണ്ടാവില്ല എന്നതാണ് നിലവിൽ ഇവിടെ നിന്ന് രക്ഷാ സംഘം, ദൗത്യ സംഘം അറിയിക്കുന്നത്.